ക്രൂഡിന്റെ വില 5% ബുധനാഴ്ച ഇടിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പൊ ഈ കണ്ടേജിയന്റെ ഒക്കെ പേരിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ പെട്ടെന്നൊരു ഒരു താഴോട്ടുള്ള ഒരു ഇത് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഇപ്പൊ ഇൻഫ്ലേഷൻ അടുത്ത മാസം കണക്ക് വരുമ്പോൾ വളരെ പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഹൗ ഷുഡ് വി പ്ലേ ദ ബാങ്ക്സ് ഇൻ ഇന്ത്യ നൗ, ഫ്രണ്ട് ലൈൻ ബാങ്ക്സ്? See, ബാങ്കിലോട്ട് വരുന്നതിന് മുൻപ് I was actually waiting to talk on crude oil. So ക്രൂഡ് ഓയിലിന്റെ വില ആക്ച്വലി ഇന്നലെ ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് ന്യൂയോർക്ക് മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചിൽ അറ്റ് 1.7% ആയിരുന്നു അത് താഴോട്ട് പോയിരുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്നലെ ക്രൂഡ് ഓയിൽ $70 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ആൻഡ് ദാറ്റ് ഈസ് നാച്ചുറലി വെരി വെരി പോസിറ്റീവ് ഫോർ ഇന്ത്യ. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ഈ ഫോറത്തിൽ സൂചിപ്പിച്ചതുപോലെ if Indian rupee can continue to be strong, then definitely it will help in our fight against the inflation, help in managing the current account deficit. Now already കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 3 സെക്ടേഴ്സ് ആയിരുന്നു. വൺ ഇസ് ദ പെയിന്റ് സെക്ടർ. പെയിന്റ് സെക്ടറിൽ ഓൾറെഡി ഐ ക്യാൻ സി എ ലോട്ട് ഓഫ് 5 വലിയ പെയിന്റ് കമ്പനീസ് ആ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നാച്ചുറലി ഇൻഡസ്ട്രി ലീഡർ ഇസ് ഏഷ്യൻ പെയിന്റ്സ്. പിന്നെ നമുക്ക് വരുന്നത് കൺസൈഡ് നെറോലാക്, മൂന്നാമത്തെ ബർജർ പെയിന്റ്സ്, നാലാമത്തെ അക്സോ നോബൽ, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് ഇൻഡിഗോ പെയിന്റ്സ്. ഇൻഡിഗോ ആൻഡ് ഔട്ട് ഓഫ് ഓൾ ദീസ് 5, രണ്ട് സ്റ്റോക്സിലാണ് എൻ്റെ അറ്റൻഷൻ ഇപ്പോൾ നിലനിൽക്കുന്നത്. വൺ ഇസ് ഏഷ്യൻ പെയിന്റ്സ്, നാച്ചുറലി ബിക്കോസ് ഇറ്റ് ഇസ് ദ ഇൻഡസ്ട്രി ലീഡർ. നമ്മളിപ്പോൾ ഏഷ്യൻ പെയിന്റ്സിൻ്റെ ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ the company's equity base is only 95 crores, വെറും 95 കോടി രൂപയേ ഉള്ളൂ. ബട്ട് ആ കമ്പനിയുടെ റിസർവ്സ് എടുത്തു കഴിഞ്ഞാൽ 13,253 കോടി രൂപ കൈവശമുണ്ട്. ആൻഡ് കമ്പനിക്ക് ഷോർട്ട് ടേം ബോറോയിങ്സ് ഒന്നും തന്നെ ഇല്ല. whereas the long term borrowing is a small 16 crore rupees. It is nothing. ആൻഡ് ഈ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ഒരു 3 ക്വാർട്ടേഴ്സ് ആയിട്ട് കാര്യമായിട്ട് ദ റവന്യൂ ഹാസ് നോട്ട് ഗ്രോൺ, ബട്ട് ഇറ്റ് ഹാസ് ബീൻ സ്റ്റഡി. ആൻഡ് ദ പ്രോഫിറ്റ് ഓൾസോ ഹാസ് ബീൻ സ്റ്റഡി. ഇറ്റ് ഇസ് നോട്ട് എ ലോസ് മേക്കിംഗ് കമ്പനി. ഇറ്റ് ഇസ് നോട്ട് എ കമ്പനി ഹൂസ് പ്രോഫിറ്റ് ഹാസ് ഡ്രോപ്ഡ്, whereas the profit has been steady. എങ്കിൽ പോലും നമ്മൾ ആ ഷെയർ കമ്പനിയുടെ ഷെയർ പ്രൈസ് മൂവ്മെന്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ദാറ്റ് ദി ഷെയർ പ്രൈസ് ഹസ് ഫാളൻ വെരി വെരി ഷാർപ്ലി. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ 3,560 രൂപയായിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞ മാസം 2,680 റുപ്പീസ് വരെ ഇത് താഴോട്ട് വന്നിരുന്നു. ആൻഡ് എൻ്റെ കണക്കുകൂട്ടലിൽ അടുത്തൊരു 3 മാസത്തിനിടയ്ക്ക് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഫോൾ ബിലോ 2,680. I feel that ഈ ഒരു ലെവലിൽ നിന്നും the stock has to give us a fairly good return. ഒരു minimum ഒരു 15 to 20% return is what I would look for in the case of Asian Paints. നേരെ മറിച്ച് ഇൻഡിഗോ പെയിന്റ്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇൻഡിഗോ പെയിന്റ്സും is a small player compared to Asian Paints. ബട്ട് ഇൻഡിഗോ പെയിന്റ്സും ഏഷ്യൻ പെയിന്റ്സും തമ്മിലുള്ള കമ്പാരിസൺ എവിടെ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Indigo Paints also has been at the receiving end കഴിഞ്ഞ several months ആയിട്ട്, because the stock has been gradually dropping. IPO ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2021 ഫെബ്രുവരിയിലായിരുന്നു ഇതിന്റെ ലിസ്റ്റിംഗ്. 3,300 രൂപയിലായിരുന്നു ഈ ഷെയർ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അവിടെ നിന്നും the stock has fallen all the way down to 1,000 rupees. 1000 രൂപയിൽ ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഈ ഒരു കേസിലും ഐ എം എക്സ്പെക്ടിങ് എ സ്ട്രോങ് റിക്കവറി. ഞാൻ ഈ മാർക്കറ്റിൽ ഈ കമ്പനിയെ കുറച്ച് അന്വേഷണം നടത്തിയപ്പോഴേക്കും ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കമ്പനി സ്ലോലി ഹാസ് ബീൻ ഗ്രാബിംഗ് മാർക്കറ്റ് ഷെയർ. സോ ഐ തിങ്ക് ദിസ് ഇസ് എ ഇൻട്രസ്റ്റിംഗ് കമ്പനി വിച്ച് ഇൻവെസ്റ്റേഴ്സ് ഷുഡ് കൺസിഡർ. ഇത് ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻഡിഗോ പെയിന്റ്സ് പണ്ട് മലയാളികൾ ഇൻഡിഗോ പെയിന്റ്സിനെ ഇൻഡിഗോ എയർലൈൻ ആയിട്ട് തെറ്റിദ്ധരിച്ച കേസ്. അതേ കമ്പനി. ആൻഡ് ഇത് എന്തൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വില ഫെബ്രുവരി മാസത്തിൽ ഇറ്റ് വാസ് അറൌണ്ട് $81. യെസ്റ്റർഡേ ക്രൂഡ് ഓയിലിന്റെ വില $68 താഴോട്ട് വന്നിട്ടുണ്ട്. Naturally, one industry which will definitely benefit out of this is the paint industry. So, ഏത് കോണ്ടെക്സ്റ്റിലും നമ്മൾ ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ഐ തിങ്ക്
the paints in sector is well placed for a recovery. Okay, and how should one play bank stocks, especially SBI frontline See, banks? banking sector എടുക്കുമ്പോഴേക്കും ഐ തിങ്ക് വി സ്റ്റിൽ ഷുഡ് വെയിറ്റ് എ ലിറ്റിൽ മോർ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും സ്വിറ്റ്സർലൻഡിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും എല്ലാ ബാങ്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടുകളുണ്ട്. സോ നാച്ചുറലി ദി എൻറ്റയർ ബാങ്കിങ് സെക്ടേഴ്സ് സെന്റിമെന്റ് ഇസ് അറ്റ് ദ മൊമെന്റ് നെഗറ്റീവ്. സോ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ നേരിട്ട് ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ലെങ്കിലും I think there's going to be a little more of volatility in the banking sector. So നമുക്കൊരു ബോട്ടം എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് നമുക്കൊരു സൂചന ലഭിച്ചിട്ട് മതി നമുക്കൊരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ് ചെയ്യാനായിട്ട്. സോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, we have got a whole basket of excellently managed banks now. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്ക് എസ്പെഷ്യലി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആൻഡ് വൺസ് വി ഗെറ്റ് ദി സിഗ്നൽ ദാറ്റ് ഇറ്റ് ഹസ് ബോട്ടംഡ് ഔട്ട്, വി ഷുഡ് ലുക്ക് ടു ഇനീഷ്യേറ്റ് എ പൊസിഷൻ. ആൻഡ് ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഐ തിങ്ക് എല്ലാ ഇന്ത്യൻസിനും അഭിമാനിക്കാവുന്ന ഒരു കാര്യം വാർത്ത ഇന്ന് കാലത്ത് പത്രത്തിൽ വായിക്കുകയുണ്ടായി. Our RBI Governor Shaktikanta Das has been chosen the best central bank governor by central banking. So that actually shows, the fact that, Indian banking sector, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട്, I think we have managed the situation extremely well. Okay. Pradeep, any final word from your side? Final word, the entire market at the moment oversold ആയിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. സോ നമുക്ക് ഈ ലെവൽസിൽ നിന്നും ഒരു ചെറിയൊരു റിക്കവറി പ്രതീക്ഷിക്കാം. ബട്ട് ആ ഒരു റിക്കവറി ഒരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രം നമ്മൾ കാണണം. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ടേൺ അറൗണ്ട് ദ നിഫ്റ്റി ഓർ ദ ബാങ്ക് നിഫ്റ്റി. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ടർ ഇന്നലെ അമേരിക്കയിൽ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോ ദ ഓപ്പണിംഗ് വാസ് എ ലിറ്റിൽ ബിറ്റ് വീക്ക്, ഇന്നലെ അവിടുത്തെ വലിയ ടെക്നോളജി കമ്പനീസ്, പർട്ടിക്കുലർലി ആപ്പിൾ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, NVIDIA, ഗൂഗിൾ, മെറ്റ, ഈ 4 സ്റ്റോക്സും വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഈ 4 സ്റ്റോക്സിൻ്റെയും ഷോർട്ട് ആൻഡ് മീഡിയം ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബുള്ളിഷ്. സോ വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് വരും ദിവസങ്ങളിൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിലൊരു റിക്കവറി പ്രതീക്ഷിക്കാം. Okay. RP, final point. സാറ് ദാറ്റ് ഈസ് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രദീപ് സാർ എടുക്കുന്നത്. ഐ എം ഹാപ്പി ടു നോ ദാറ്റ്, ബിക്കോസ് ഇറ്റ്സ് എ പ്രൗഡ് മൂവ്മെന്റ് ശശികാന്ത് നമ്മുടെ ഗവർണറെ സെൻട്രൽ ബാങ്ക് ചൂസ് ചെയ്തു എന്ന് പറയുന്നത്. എനിവേ, ഒന്നുമില്ല, ടെക്നിക്കൽസിലോട്ട് അറിയാമല്ലോ സാർ, നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈക്ക് ഹാവ് ഫെയ്ത്ത്. ഈ പ്രദീപ് സാർ പറഞ്ഞ പോലെ വാല്യൂ പിക്കിംഗ് ഇസ് അബണ്ടൻസ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ്. സോ ചൂസ് യുവർ സെക്ടർ, ഇൻവെസ്റ്റ് and wait, be patient. Okay. Thank you, Ramaprasad H from Sharewell Securities and Sri Pradeep Chandrasekhar, independent in-house analyst.